ടി ജി, അമേരിക്ക ഇല്ലീഗൽ മൈഗ്രൻസിനെ പുറത്തേക്ക് വിടുന്നു, ഇന്ത്യയിലെത്തിച്ചു, സൈനിക വിമാനത്തിലെത്തിച്ചു. അങ്ങനെയൊക്കെ അമേരിക്കയെ മോദി പേടിച്ചു. അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ട ഒരു ഡിഗ്നിറ്റി നൽകിയില്ല. പിന്നെ ഉയർന്നു വന്നൊരു വാദം, നേരത്തെ യുദ്ധം പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധമുള്ള സമയത്ത് ഏഴാം കപ്പൽപ്പട വന്നപ്പോൾ ഇന്ദിരാഗാന്ധി പേടിച്ചില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ആരോപണങ്ങളും അല്ലെങ്കിൽ പ്രതിപക്ഷം ഇപ്പോൾ പാർലമെൻറ്റിൽ ബഹളം ഉണ്ടാക്കുന്നു. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? എന്തുകൊണ്ടാണത് അങ്ങനെ സംഭവിക്കുന്നത്? എൻ്റെ അത്ഭുതം പാർലമെൻറ്റിന് പുറത്ത് ബഹളം ഇല്ലാത്തത് എന്താണെന്നാണ്. ഈ അർബൻ നക്സലൊക്കെ ഇറങ്ങി ബഹളം വയ്ക്കേണ്ടതാണ്. അമേരിക്കൻ ബുർഷ്വാ സാമ്രാജ്യത്വം, മൂരാജി പൗരോഹിത്യ കൂട്ടുകെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തിനും അനങ്ങുന്നില്ല. ഇവരുടെയൊക്കെ ഫണ്ട് വരവ് നിന്നോ? അമേരിക്ക ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് ക്രിമിനൽസായിട്ടാണ്. സൗദി അറേബ്യ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വാർത്ത വരുമല്ലോ, സൗദിയിൽ പൊതുമാപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു. നിതാഖാത്ത് ആർക്കും ഒരു സൂക്കേടുന്നൊന്നറിയില്ല. ഏത് കപ്പലിലാണ്, ഏത് വിമാനത്തിലാണ് ഇവരൊക്കെ തിരിച്ചു വരുന്നത്? എങ്ങനെയാണ് അവർ സൗദി ജയിലിലായത്? ഒരു കടലാസും ഇല്ല, കുമ്മട്ടിക്കയില്ല. ഇതിലേക്ക് കയറി വന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ കുറ്റവാളിയാണ്. അയാൾ സാധാരണ അവർ ചെയ്യേണ്ടത് ഗുണ്ടനാമോ ബേ ജയിലിൽ കൊണ്ടുപോയി ഇടുകയാണ്. അത് ചെയ്യാതെ മാന്യമായിട്ട് ഇന്ത്യ ആയതുകൊണ്ട് അവർ പറഞ്ഞു 18,000 പേരുണ്ട് ഇങ്ങനെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതിൽ കൂടുതലൊരു പക്ഷേ വന്നു വരാം. ഇതൊക്കെ ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയ പ്രോസസ്സാണ്. ഇവരെ ഐഡൻറ്റിഫൈ ചെയ്തു. 17,749 അങ്ങനെ കൃത്യം ഫിഗറുണ്ട്. 200 ചില്ലാനും പേര് ഇപ്പോഴും സംശയദൃഷ്ടിയിൽ അമേരിക്കയിൽ തന്നെയുണ്ട്. അതിലെ ഫസ്റ്റ് ബാച്ച് 205 ഈ വന്നിരിക്കുന്നത്. അവർക്ക് കൈ കിട്ടിയ ക്രിമിനൽസിനെ അവർ വിലങ്ങ് വയ്ക്കും. അത് ആ രാജ്യത്തെ നിയമമാണ്. നമ്മളതിന് ബഹളം വയ്ക്കുന്ന എന്തിനാ? മറ്റ് രാജ്യങ്ങളിലേക്ക് അവരയച്ചു. കൊളംബിയയാണെന്ന് തോന്നുന്നു. മിലിറ്ററി വിമാനം പറ്റില്ല, ശരി താൻ വിമാനം അയക്കൂ. ഞാൻ അയക്കാം. അയാൾ വിമാനം അയച്ചു, അയാൾ കൊണ്ടുവന്നു. എന്തോ 10-20 പേരേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഈ 18,000 പേര് നമ്മൾ എന്ത് ചെയ്യണം? എംപറർ അശോക അയച്ചു കൊടുക്കണം അമേരിക്കയിലേക്ക് ഇവരെ കൊണ്ടുവരാനായിട്ട്. ഇവർ പോയതെന്തിനാണ്? ഈ കടലാസും സംഗതിയും ഒന്നുമില്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയവരല്ലേ. നമ്മുടെ ആൾക്കാരാണെങ്കിലും നുഴഞ്ഞു കയറ്റക്കാരാണ്. നമ്മൾ പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയും റോഹിംഗ്യ മുസ്ലിങ്ങളെയും ഇതുപോലെ ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിണറായി വിജയൻ അടക്കം ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഡിറ്റൻഷൻ സെൻറ്ററിൽ കൊണ്ടുപോയില്ലേ താമസിക്കുന്നത്. 27 എണ്ണം കഴിഞ്ഞ ദിവസം മുനമ്പത്ത് നിന്ന് പിടിച്ചല്ലോ, ബംഗ്ലാദേശി നുഴഞ്ഞു കയറ്റക്കാരെ. അവർക്ക് ഇവരുടെ CAA തിയറി അനുസരിച്ച് പൗരത്വം കൊടുത്തോ അതോ ഡിറ്റൻഷൻ സെൻറ്ററിൽ കൊണ്ടുപോയോ? ഡിറ്റൻഷൻ സെൻറ്റർ ഇല്ലയെന്നായിരുന്നു പറഞ്ഞിരുന്നത് കേരളത്തിൽ. ഡിറ്റൻഷൻ സെൻറ്റർ ഇല്ല എന്ന് പറഞ്ഞ് പുതിയ ഡിറ്റൻഷൻ സെൻറ്റർ ഉണ്ടാക്കുകയും ചെയ്തു തിരുവനന്തപുരത്തെങ്ങാണ്ട്. യു ഹാവ് ടു ഹാവ് ദാറ്റ്. ഇത് അല്ലെ ചുമ്മാ ധർമ്മസ്ഥലം പോലെ ആൾക്കാരങ്ങ് കയറി വന്നു കഴിഞ്ഞാൽ ഇവരെയൊക്കെ സ്വീകരിച്ച് താമസിപ്പിക്കുകയാണോ? അമേരിക്ക ആ ഏർപ്പാടുണ്ടായിരുന്നു, അവരത് നിർത്തി. ലീഗലായിട്ട് വരുന്നവരെ മാത്രമേ ഞങ്ങൾ താമസിക്കുള്ളൂ, ഇല്ലീഗലായിട്ട് നുഴഞ്ഞു കയറി വന്നവർ. ഇവർ വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് കടക്കും. മെക്സിക്കോയിൽ വെച്ച് ഇന്ത്യൻ പാസ്പോർട്ട്, ബംഗ്ലാദേശി പാസ്പോർട്ട്, പാകിസ്ഥാൻ പാസ്പോർട്ട് ഒക്കെ കത്തിച്ചു കളയും. എന്നിട്ട് മതിൽ ചാടും. മെക്സിക്കോയിൽ നിന്നുള്ള മതിൽ ചാട്ടമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കയുടെ. അപ്പുറത്ത് ചാടിയിട്ട് അമേരിക്കയിൽ ഇറങ്ങി നടക്കുക. അവിടെ ഇവിടെയും പോയിട്ട് വീട്ടു ജോലിക്ക് നിൽക്കി പല ജോലി. ഇപ്പം എന്നെ മെല്ലെ ഒരു ക്വാളിഫൈഡൊക്കെയാണ്, മെല്ലെ അകത്ത് കയറുക. ഇങ്ങനെയുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്ത് പുറത്താക്കുന്ന നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു. അവർ ഒരന്തസ്സും അർഹിക്കുന്നില്ല. എൻ്റെ വീട്ടിൽ വായുജത്ത് നുഴഞ്ഞ് കയറിയിട്ട് ഞാൻ വായുജത്തിനെ സ്വീകരിക്കണോ മാലയിട്ട്? ഫ്രണ്ട് ഡോറിൽ നേരത്തെ കൂട്ടിയിട്ട് 3 മണിക്ക് കാണാൻ ചേട്ടാന്നൊക്കെ പറഞ്ഞ് ഫിക്സ്. അങ്ങനെയല്ലേ മാന്യന്മാർ വരുന്നത്. അല്ലാതെ പാതിരാത്രിക്ക് ഊട് പൊളിച്ച് അകത്ത് കയറിയിട്ട് ഞാൻ അതിഥിയാണെന്ന് പറയുന്നു. ഇത് ആരും സമ്മതിക്കില്ല. നിങ്ങളുടെ കുറേ പ്രാന്തുണ്ടെന്ന് വിചാരിച്ചിട്ട് ലോകം ഇതനുസരിച്ച് തുള്ളാനൊന്നും നിൽക്കുന്നില്ല. പട്ടാള വിമാനത്തിലോ അടുത്ത ട്രിപ്പ് വരുന്നത് ചിലപ്പോൾ കപ്പലിലായിരിക്കും, ചിലപ്പോൾ യാത്രാ വിമാനത്തിലായിരിക്കും. അവർക്ക് സൗകര്യമുള്ളതിൽ അവർ കയറ്റി അയക്കുന്നുണ്ടല്ലോ. ഗുണ്ടനാമോ ബേയിൽ കൊണ്ടുപോയിട്ടാൽ എന്ത് ചെയ്യും? അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ജുഡീഷ്യൽ സിസ്റ്റം അനുസരിച്ച് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരുടെ ജയിലിലടയ്ക്കാൻ അവർ തീരുമാനിക്കുന്നു. ജസ്റ്റ് ലൈക്ക് സൗദി അറേബ്യ എന്താ ചെയ്യുന്നത്?
മുഹമ്മദ് ബിൻ സൽമാൻ നമ്മുടെ വളരെ അടുത്ത ഫ്രണ്ടാണല്ലോ, സൗദി അറേബ്യയുമായിട്ട് നമ്മൾ യാതൊരു പ്രശ്നവുമില്ല. ബട്ട് ഇല്ലീഗലായിട്ട് സൗദി അറേബ്യയിൽ കയറിയവരെ ഇപ്പോഴും അവർ ട്രീറ്റ് ചെയ്യുന്ന അവരെ സൗദിയിലെ ജയിലിൽ കൊണ്ടുപോയിടും. ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് ഇവർ കരയും. കുറേ കാലം കഴിയുമ്പോൾ എത്ര എണ്ണത്തെയാണ് പിടിച്ച് വെറുതെ ഷാപ്പാട് കൊടുത്തിടുന്നത്, തുറന്നു വിടുക, അവർ പൊതുമാപ്പ് കൊടുത്ത് വിടുക, എല്ലാവരെയും മാപ്പാക്കി അടുത്ത വണ്ടി കയറ്റിയിട്ട് ഇങ്ങോട്ട് അയക്കും. അതിന് ആർക്കും ഒരു ദണ്ണവുമില്ല. വിമാനത്തിലാണോ വരുന്നത്, കപ്പലിലാണോ വരുന്നത്, നടന്നു വരികയാണോ, ആർക്കും അറിയില്ല, ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ അമേരിക്ക C-17 ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു, എന്തുകൊണ്ടാണ് ഇവിടെ ബഹളം നടക്കാത്തതെന്ന്. പാർലമെൻറ്റിൽ ബഹളം നടക്കുന്നിരിക്കട്ടെ, പാർലമെൻറ്റിന് പുറത്ത് ബഹളം വയ്ക്കുന്ന ടീമുണ്ടല്ലോ, എന്തുകൊണ്ട് അവർ സൈലൻ്റാണ് ഇപ്പോൾ? കാരണം അവർക്കും കാശ് കിട്ടിക്കൊണ്ടിരുന്നത് അമേരിക്കയിൽ നിന്നായിരുന്നു, ബഹളം വയ്ക്കാനുള്ള കാശ്. ആ കാശ് നിന്നുപോയി, അവരുടെ ബഹളവും നിന്നു. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു രാജ്യത്ത് ഒരു രേഖയുമില്ലാതെ നുഴഞ്ഞു കയറിയിട്ട് പിന്നെ ഞാൻ മാന്യനാണെന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. ഒരു ഗുജറാത്തി ഫാമിലിയുടെ സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ സ്വത്ത് മുഴുവൻ അയാൾ വിറ്റു. എന്നിട്ട് അമേരിക്കയിൽ പോകാനായിട്ട് ഇവിടെ നിന്നാരോ കയറ്റി വിട്ടു ഇയാളെ. ശ്രീലങ്കയിൽ പോയി, അവിടെ നിന്ന് പോയി, അങ്ങനെ പോയി, മെക്സിക്കോയിൽ പോയി ഒക്കെ കഴിഞ്ഞ് അയാൾ അമേരിക്കയിലെത്തിയപ്പോൾ പിടിക്കപ്പെട്ടു. ഇപ്പോൾ 10 പൈസ കയ്യിലുമില്ല. ഈ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഗുജറാത്തിൽ പണ്ടുണ്ടായിരുന്ന റിലേറ്റീവ്സ് ആരെങ്കിലും, പണ്ടെല്ലാം ഇപ്പോഴും റിലേറ്റീവ്സൊക്കെ ഉണ്ട്, അവരാരെങ്കിലും സഹായിക്കണം. അവർ ചോദിക്കുന്നു, നീ എന്തിനാ ഈ പ്രാന്തിന് പോയത്? നേരെ ചൊവ്വേ വിസ എടുത്തിട്ട് നിങ്ങളുടെ ജോലിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞ് വിസ എടുത്ത് പൊക്കോ. അമേരിക്ക ഇമിഗ്രൻസിനെ വെൽക്കം ചെയ്യുന്നൊരു രാജ്യമാണ്. ബട്ട് ഇറ്റ് ഹാസ് ടു ബി ലീഗലി അപ്രൂവ്ഡ്. അല്ലാതെ വേലി ചാടി വരുന്നവനൊന്നും ആരും അവരപ്പം തന്നെ പിടിച്ച് ജയിലിലിടും. അവരുടെ ജയിലിലെ നിയമങ്ങളനുസരിച്ച് അവർ പെരുമാറും. വിലങ്ങ് വയ്ക്കേണ്ടതിനെ വിലങ്ങ് വയ്ക്കും, എന്താണെന്ന് വെച്ചാൽ ചെയ്യും. വി ഹാവ് നോ റൈറ്റ്. അതുകൊണ്ടാണ് നമ്മൾ 18,000 പേരെ ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ നമ്മളുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞു, ഇങ്ങോട്ട് അയച്ചേക്ക് ചേട്ടാ, ഞാൻ എടുത്തോളാം, ഞങ്ങളുടെ ആൾക്കാരാണെങ്കിൽ. ഇന്ത്യ ആകെ ഒരു കണ്ടീഷനെ വെച്ചുള്ളൂ, ഇന്ത്യക്കാരാണെന്നുള്ള പേരിൽ ബംഗ്ലാദേശികളോ പാകിസ്ഥാനികളോ ഇവിടെ വരാൻ പാടില്ല. കാരണം ഇന്ത്യക്കറിയാം ഇവർ ഏത് റൂട്ട് വഴിക്കാണ് കയറി ചെന്നിരിക്കുന്നതെന്ന്. ഇവർ ബംഗ്ലാദേശി, പാകിസ്ഥാനി, ഇന്ത്യ ഈ 3 പേരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല, കണ്ടാലും ഒരുപോലെ ഇരിക്കും. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് പോയവരും പാകിസ്ഥാനിൽ നിന്ന് പോയവരും ഒക്കെ ചുളുവിന് ഈ വിമാനത്തിൽ കയറി ഇന്ത്യയിൽ വന്നിറങ്ങും. എല്ലാവർക്കും ഇന്ത്യ വേണം. ഇന്ത്യ എന്നാൽ ഏറ്റവും മോശമായ ഹാപ്പിനെസ് ഇൻഡെക്സിൽ 190-ാം സ്ഥാനമാണ്. നമുക്ക് ആരും ഹാപ്പിയല്ല, അതൃപ്തരാണ്. പക്ഷേ എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് വരണം. എന്നാൽ ഒരു കടലാസും സംഗതിയും ഒന്നും തരാൻ അവർ തയ്യാറുമില്ല. ഹം കാഗസ് നെയ് ദിഖായെങ്കിൽ. എൻ്റെ അടുത്ത് കേന്ദ്ര ഗവൺമെൻറ് ജോലിയിലിരുന്ന് റിട്ടയറായ ഒരാൾ പറഞ്ഞു കേട്ടോ, ഒരു ID കാർഡ്, CA കാലത്താണ്, ഞാനൊരു ID കാർഡ് ആധാർ കാർഡ് ഒന്നും കാണിക്കാൻ പോകുന്നില്ല, പൗരത്വ രജിസ്റ്ററിന് ഞാനെതിരാണ്. ഞാൻ പറഞ്ഞു, മാഷേ ആ കടലാസ് കാണിക്ക്, നിങ്ങൾ സത്യസന്ധനായ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് ഗവൺമെൻറ്റിന് ബോധ്യം വരണ്ടേ. ഞാൻ ബോധ്യപ്പെടുത്തുകയില്ല. ഞാൻ പറഞ്ഞു, താൻ ഫോട്ടോയും കൊണ്ട് ഡൽഹിക്ക് പോകും, തൻ്റെ പെൻഷൻ തടഞ്ഞു വയ്ക്കുക അവർ. അങ്ങനെ ചെയ്യുക? ഞാൻ പറഞ്ഞു, പോവാം. കാരണം പൗരനാണോ അല്ലയോ എന്ന് ഉറപ്പുള്ള ഒരാളിന് പെൻഷൻ കൊടുക്കുന്ന എന്തിനാ? ഇപ്പോൾ പൗരനാണെന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ നിങ്ങൾ കടലാസം കൊണ്ട് ചെല്ലണം. അപ്പോൾ നിങ്ങളെ പെൻഷൻ റിലീസ് ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കേരളത്തിൽ നിന്ന് വിമാനം കയറി ഡൽഹിയിൽ പോയിട്ട് അവിടെ പോയി ക്ലാർക്കിന് മുമ്പിൽ അച്ചാപറ്റി പറഞ്ഞ് നിങ്ങളുടെ കടലാസും സംഗതിയൊക്കെ കാണിച്ചിട്ട് ഞാൻ ഇന്നടത്തെയാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കും, ഇല്ലേ? അത് അയ്യോ അങ്ങനെയൊക്കെ ചെയ്യുമോ? അമ്മ അങ്ങനെയൊക്കെ ചെയ്യും. കാരണം പൗരനാണോ അല്ലയോ എന്നറിയേണ്ടത് ഒരു രാഷ്ട്രത്തിൻ്റെ സുരക്ഷയുടെ ആവശ്യമാണത്. യുസേ ഞാൻ ഇവിടുത്തെ ഇതിന് കയ്യിലുള്ള കടലാസ് കാണിക്കില്ല എന്നൊക്കെ പറയുന്നത് എന്തിനാ? കാണിക്കുന്നത് ഓണസ്റ്റായിട്ട് ജീവിക്കാൻ പഠിക്കും. ഡിസോണസ്റ്റായിട്ട് അമേരിക്കയിൽ പോയി ജീവിച്ചു എന്നുള്ളതാണ് ഇവർ ചെയ്ത കുറ്റം, അവരെത്ര മഹാന്മാരാണെങ്കിൽ.